പറയിപെറ്റ പന്തിരുകുലത്തിലെ പ്രഥമ പുത്രനാണ് മേഴത്തൂർ അഗ്നിഹോത്രി. അദ്ദേഹം ജീവിച്ചിരുന്ന മന വേമഞ്ചേരി ഇല്ലം എന്നും പറയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന സ്ഥലത്താണ് വേമഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത്. ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന പറയിപെറ്റ പന്തിരുകുലം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കപ്പെടുന്നു. ബ്രഹ്മദത്തൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയം. യജ്ഞസ്ഥാനം സംരക്ഷിതമനുസരിച്ച് കലിവർഷം 3444 മീനമാസം 2-ാം തീയതി വ്യാഴാഴ്ച, അതായത് AD 342 അഗ്നിഹോത്രി ജനിച്ചത്. 1400 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ മനയെന്ന് പറയപ്പെടുന്നു. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സൂക്ഷിക്കുന്നതിനാൽ തന്നെ അത്രയേറെ പഴക്കം തോന്നുകയില്ലെങ്കിലും ചില നിർമ്മിതികളും വാസ്തുപരമായ ശൈലിയുടെയും പ്രത്യേകതകൾ മനയുടെ പഴക്കം വിളിച്ചറിയിക്കുന്നുണ്ട്. 2008 മുതൽ 2012 വരെ നടന്ന കാർബൺ ഡേറ്റിംഗ് പരിശോധനയിലൂടെയാണ് മനയുടെ പഴക്കം കണക്കാക്കിയിട്ടുള്ളത്. വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചിയും പത്നിയായ പഞ്ചമിയും ഉപേക്ഷിച്ച നവജാത ശിശുവിനെ നിളാതീരത്തു നിന്നും വേമഞ്ചേരി മനയിലെ അന്തർജനം കണ്ടെടുത്ത് വളർത്തുകയാണ് ഉണ്ടായത്. 40-ൽ പരം തലമുറകൾക്ക് മുമ്പ് തലയിൽ കുടുമ വെച്ച് കാതിൽ കടിക്കിനിട്ടൊരു കുഞ്ഞ് അഗ്നിഹോത്രി കുളിക്കാനായി ഭാരതപ്പുഴയിലേക്ക് പോയ അമ്മ അന്തർജനത്തോടൊപ്പം നടന്നു പോകുന്നത് മനയുടെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ കണ്ണിൽ തെളിയുന്നു. അമ്മയുടെ കയ്യിലെ താളിക്കിണ്ണത്തിൽ പുഴമണൽ കൊണ്ട് താനുണ്ടാക്കിയ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും വരന്തൊട്ടിക്കടവിൽ വെച്ച് ഭാരതപ്പുഴയുടെ ഗതി മാറ്റി ഒഴുക്കുകയും ചെയ്ത ഒരു കുഞ്ഞ് അഗ്നിഹോത്രി ഗ്രാമവഴികളിൽ കൂടി നടന്നു പോകുന്നത് കാണുവാൻ സാധിക്കുന്നു. ശിവലിംഗം തിരുത്താലത്തിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തിരുത്താലയപ്പനെന്നും പിന്നീട് തൃത്താലയപ്പനെന്നും ആയി മാറി എന്നാണ് വിശ്വാസം. തൃത്താല ക്ഷേത്രം നിൽക്കുന്നതിന് ചുറ്റുമുള്ള നാട് തൃത്താല എന്ന പേരിൽ അങ്ങനെ അറിയപ്പെടുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബ്രാഹ്മണ ഗ്രഹം എന്ന ബഹുമതി ഈ മനയ്ക്കാണ് ലഭിച്ചത്. അഗ്നിഹോത്രി മദനമിത്ര എന്ന പേരിൽ പാവന, വിവേകം, സ്ഫോടസിദ്ധി, ബ്രഹ്മസിദ്ധി എന്നീ ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. ബുദ്ധ ജൈന സംസ്കാരങ്ങളുടെ വ്യാപനം മൂലം യജ്ഞസംസ്കാരം ഇല്ലാതായി മാറിയ കാലത്ത് യജ്ഞസംസ്കാരത്തെ പുനരുദ്ധരിക്കാനായി അഗ്നിഹോത്രി 100 സോമയാഗങ്ങൾ നടത്തിയത്രേ. 100 സോമയാഗങ്ങൾ നടത്തുന്ന പുരുഷൻ ഇന്ദ്രപദത്തിന് പ്രാപ്തനാണ് എന്നാണ് വിശ്വാസം. 99 യാഗം അവസാനിക്കുന്ന ദിവസം ഇന്ദ്രൻ നേരിട്ട് യാഗശാലയിലെത്തുകയും 3-ാമത്തെ യാഗം നടത്തുന്നതിൽ നിന്നും പിന്തിരിയണമെന്ന് അഗ്നിഹോത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ താൻ യാഗം നടത്തുന്ന പദവിക്ക് വേണ്ടിയല്ലെന്നും യജ്ഞസംസ്കാരത്തിന്റെ പുനരുദ്ധാരണം മാത്രമാണ് ലക്ഷ്യമെന്നും യാഗം നടത്താതിരിക്കാൻ പറ്റില്ല എന്നും അഗ്നിഹോത്രി പറഞ്ഞു അത്രേ. ഒടുവിൽ ഇന്ദ്രൻ തനിക്ക് തുല്യമായ പദവി നൽകുകയും യാഗത്തിന് ആശംസകൾ നേരുകയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം. വേമഞ്ചേരി മനയോട് ചേർന്ന് തന്നെയുള്ള അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശികൾ ഇപ്പോഴും മനയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യങ്ങൾക്ക് മുടക്കം കൂടാതെ പൂജയും മറ്റും നടത്തിവരുന്നു. ആയതിനാൽ തന്നെ അനുമതി കൂടാതെ മനയുടെ ഉള്ളിൽ പ്രവേശനമില്ലാത്തതാണ്. ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന തൃത്താല ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്തു നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന വേമഞ്ചേരി മന തലയുയർത്തി നിൽക്കുന്ന വൃക്ഷലതാദികളാലും സമ്പന്നവും മനോഹരവുമാണ്. ചരിത്രവും വിശ്വാസവും ഐതിഹ്യങ്ങളും കെട്ടുപണഞ്ഞു കിടക്കുന്ന ഗ്രാമകഥകളിൽ നിന്ന് ചരിത്രത്തെയും ഐതിഹ്യത്തെയും വേർതിരിക്കുക എന്നത് പുഷ്പത്തിൽ നിന്നും സുഗന്ധം വേർതിരിക്കുക എന്നതുപോലെയാകും. നമ്മുടെ നാടും ഗ്രാമങ്ങളും സമ്പന്നമാകുന്നത് ഇത്തരം ഐതിഹ്യങ്ങളും വിശ്വാസവും ചരിത്രവും എല്ലാം കൂടി ഒന്നു ചേർന്നാണ്. ഓരോ ഗ്രാമകഥകളിലും തലമുറകൾ കൈമാറി വന്ന വിശ്വാസങ്ങൾ ഉറങ്ങുന്ന അമൂല്യമായ സംസ്കാരം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഇനിയും 1000 സംവത്സരങ്ങളോളം പറയുവാനുള്ള കഥകൾ ഓരോ ഗ്രാമവും ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവണം. ഗ്രാമത്തിന് മുകളിലേക്ക് പ്രഭയേകി മാനത്ത് ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. പൂർണേന്ദുവിൻ്റെ നിലാവെളിച്ചത്തിൽ ചരിത്രവും വിശ്വാസവും കഥകളും ഗ്രാമങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തോളം ഉയരെ സഞ്ചരിക്കട്ടെ.